15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ജാടയാണ്. ഇവിടെ നിന്ന് ഇത്ര നേരം ജാടയാണോ? എനിക്കൊരു കാര്യം ചോദിക്കാൻ, ഞാൻ വെറുതെ വർത്താനം പറയൂ. ചേച്ചിയോട് എന്റെ ഉയിരിപ്പോ പോയേനെ എന്ന് ചേച്ചിക്ക് തോന്നിയ ഒരു ഇൻസിഡന്റ് എന്താണ്? ഡെലിവറിയുടെ സമയത്ത് പക്ഷെ ഈ ഡെലിവറി പെയിന്റെ ഒരു പ്രത്യേകത അറിയോ? പിന്നെ നമ്മള് പോയി ചോദിച്ചു വാങ്ങിക്കും. ഒരെണ്ണം കിട്ടിയ പരിപാടിയോട് എന്തെങ്കിലും താല്പര്യം ഉണ്ട്? എനിക്ക് വേറെ കുറെ വേദനകളുണ്ട്. ഡെലിവറി വേദന. മിസ്റ്ററീസ് ഒക്കെ ഉള്ള ഒരു മൂവിയാണല്ലോ. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങളുടെ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഓ, ഇൻട്രസ്റ്റിംഗ്. ഇതൊക്കെ എന്ത്? ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്നത് ഒരു അമ്മ എങ്ങനെയോ കണ്ടുപിടിച്ചു. ഉമ്മ ബാക്കിൽ നിന്ന് വന്നിട്ട് എവിടെയോ ഇരുന്നിട്ട് ആ ചെറുക്കനെ കണ്ടുപിടിച്ചിട്ട് പിടിച്ച് വളരെ ചൊരച്ചടി കൊടുത്തു. എൻ്റെ മോളുടെ ഇനി അടുത്ത് വരരുതെന്ന് പറഞ്ഞു. ഇങ്ങനില്ല. ഞങ്ങൾക്ക് വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടിപ്പോ. അപ്പൊ ഞാനും എന്റെ ഫാദറും ചേച്ചി ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തിറങ്ങി ഇങ്ങനെ നടക്കും. തെളിവുകളൊക്കെ തപ്പി ഈ വഴി പോയിട്ടുണ്ടാവും. ഞങ്ങൾ ഷിബു എന്നായിരുന്നു പട്ടിയുടെ പേര്. വിളിക്കാനും പറ്റുമോ? റോട്ടിൽ കൂടെ 4 ചേട്ടന്മാര് തിരിച്ചു. പിന്നെ ഇതൊരു പെൺപട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ ഇതിനെ തപ്പി ഇറങ്ങുമ്പോഴത്തേക്കിനും നമ്മൾ ഷിബു ആയിട്ട് ചിന്തിച്ചു നോക്കും. ഓക്കെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റോഡിൽ വന്നിട്ട് ഒരാൾ ഒരു ദിവസം രാത്രിയിൽ ഒരു വിജനമായ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം. സ്ത്രീ ശബ്ദമായിരുന്നു അത്. അത് കണ്ടപ്പോ അയാൾക്കും ചിരി വന്നു. കുറെ ചിരിച്ചു. എനിക്ക് മനസ്സിലായത് ആക്ച്വലി ഒരു ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദമായിരുന്നു. അപ്പൊ ഈ ചേട്ടൻ ഓടിപ്പോയി ആ ചേട്ടന്റെ ഫോൺ എടുത്ത് ഹലോ റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വെച്ചു. കഥ തീർന്നു. മോനെ നീ എഞ്ചിനീയർ ആവണം, ഡോക്ടർ. ഞാൻ അങ്ങോട്ടാ പറഞ്ഞേ ഞാൻ എഞ്ചിനീയർ ആവാം എന്ന്. ഫാദർ ബാങ്കിലാണ് വർക്ക് ചെയ്തത്. എന്റെ അമ്മ എഞ്ചിനീയർ ആയിരുന്നു. PWD-ലാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഡാഡ് എന്നും രാത്രി ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലെത്തുന്നത്. അമ്മ വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ. അപ്പൊ ഞാൻ വിചാരിച്ച എഞ്ചിനീയർക്ക് കുറവ് പണിയാണ്. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഞാനും എന്റെ ചേച്ചി ഉണ്ടല്ലോ, ഞങ്ങളെ നോക്കണമല്ലോ. ഇതുകൊണ്ട് ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. ഉയർ സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ശ്രുതി മേനോൻ, റഷൻ മാത്യു ആൻഡ് ദിവ്യ ചേച്ചി. വെൽക്കം ടു ദ ഷോ. ഈ ഒറ്റയടിക്കാൻ ശ്വാസം. അതെ അതെ, പേരൊന്നും മാറി പോകാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചത് അതുപോലെ തന്നെ അങ്ങ് തീർക്കട്ടെ. ആദ്യമേ ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ഡിറ്റക്റ്റീവ് മൂവിയാണോ? ഒരാളെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് മിസ്റ്ററീസ് ഒക്കെ ഉള്ള ഒരു മൂവിയാണല്ലോ. അങ്ങനെയൊക്കെ അതെ അതെ അങ്ങനെ തന്നെ ചെറുതായിട്ട് ചെറുതായിട്ട് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങളുടെ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഓ, ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ ഡിറ്റക്റ്റീവ് ആയിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ അമ്മ ഒരു ചെറുക്കനെ തിരഞ്ഞെടുത്തു. അതായത് എന്നെ ബ്ലാങ്ക് കോൾസ്, സ്കൂളിൽ വെച്ച് ബ്ലാങ്ക് കോൾസ് അടിച്ചിട്ട് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്നത് ഒരു അമ്മ എങ്ങനെയോ കണ്ടുപിടിച്ചു. എന്നിട്ട് അമ്മ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചോ? അമ്മ തന്നെ പറഞ്ഞു ആരോ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ബ്ലാങ്ക് കോൾ വരുന്നുണ്ട്. എന്നിട്ട് ഒരു ദിവസം സ്കൂൾ രാവിലെ 6 മണിക്കായിരുന്നു അപ്പോൾ സ്കൂൾ. അപ്പോൾ ഇങ്ങനെ അമ്മ ബാക്കിൽ നിന്ന് വന്നിട്ട് എവിടെയോ ഇരുന്നിട്ട് ആ ചെറുക്കനെ കണ്ടുപിടിച്ചിട്ട് പിടിച്ച് കോളർ പിടിച്ച് ഒരൊറ്റടി കൊടുത്തു. എൻ്റെ മോളുടെ ഇനി അടുത്ത് വരരുതെന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, ചെറുക്കൻ പറഞ്ഞോ ഞാൻ സൗന്ദര്യം കണ്ടിട്ട് പോയതായിരുന്നു പറഞ്ഞായിരുന്നു? എന്താണെങ്കിലും ശരി, ഇറ്റ് വാസ് ക്രീപ്പി. അമ്മ അങ്ങനെ കണ്ടുപിടിച്ചു. അതൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഒന്നൊന്നര ഇൻസിഡന്റ് തന്നെ. ഇങ്ങനില്ല. ഉണ്ടോ? എനിക്ക് ഞങ്ങൾക്ക് വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു ഒരു സമയത്ത്. 1-2 പേരുണ്ടായിരുന്നു. അതിലൊരാള് കുറച്ച് ഓട്ടപ്രിയനായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടിപ്പോ. അപ്പൊ ഞാനും എന്റെ ഫാദറും ചേച്ചിയുള്ളപ്പോ ചേച്ചി ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തിറങ്ങി നടക്കും. ചങ്ങനാശ്ശേരിയില്ല, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കും. തെളിവുകളൊക്കെ തപ്പി ഈ വഴി പോയിട്ടുണ്ടാവും. അതില് ഞങ്ങൾ ഷിബു എന്നായിരുന്നു പട്ടിയുടെ പേര്.
അപ്പൊ ഷിവു ഷിവു എന്ന് വിളിക്കാനും പറ്റുമോ? റോട്ടിൽ കൂടെ 4 ചേട്ടന്മാര് തിരിഞ്ഞു. അതെ, അത് ഈ വെറ്റിനറി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇതൊരു പെൺപട്ടിയായിരുന്നു, അപ്പൊ അതുകൊണ്ട് പെൺകുട്ടിയുടെ പേര് ഷിബു. ഇല്ല സത്യമായിട്ടുണ്ടായിരുന്നു. എന്റെ ചേച്ചി അഡോപ്റ്റ് ചെയ്തതാണ്. അല്ലല്ല, ചേച്ചി ആക്ച്വലി അഡോപ്റ്റ് ചെയ്ത് ഇവരുടെ ഓഫീസിലേക്ക് ഒരു ദിവസം വന്നതാണ്. കുഞ്ഞായിരുന്നു അപ്പൊ ഇവര് പേരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് പാളി ഇത് പെൺകുട്ടിയാണ്. പക്ഷെ അപ്പോഴത്തേക്കിനും പേരിന് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയാണ്. അപ്പൊ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ഇതിനെ തപ്പി ഇറങ്ങുമ്പോഴത്തേക്കിനും നമ്മൾ ഷിബു ആയിട്ട് ചിന്തിച്ചു നോക്കും. ഓക്കെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റോഡിൽ വന്ന് നിൽക്കുക, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നൊക്കെ. അപ്പൊ ഈ റീസെന്റ് ചെയ്തിട്ടുള്ള ഡിറ്റക്റ്റീവ് വർക്ക് മോസ്റ്റ്ലി ഇതാണ്. ചേച്ചി ഇവരെ കവച്ച് വെക്കാനുള്ള എന്തെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എനിക്ക് അങ്ങനെ ഡിറ്റക്റ്റീവ് ഒന്നുമില്ല. എന്റെ ബാഗ് പരിശോധിച്ച് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അമ്മ എടുക്കും. ഇപ്പൊ ശ്രുതി പറഞ്ഞ പോലെ പണ്ട് ഈ ഷാറുഖ് ഖാന്റെ പോസ്റ്റ് കാർഡ്സ് ഒക്കെ കിട്ടുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. അത് കുറെ ബാഗിൽ ഇങ്ങനെ അടുക്കി വെക്കും. അപ്പം സ്കൂളിൽ മിസ് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകരുതെന്ന്. അപ്പൊ വീട്ടിൽ വരുമ്പോ അമ്മ ആദ്യം നോക്കുന്നത് അതാ, വല്ല ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ടോ, വല്ല പോസ്റ്റ് കാർഡ് ഉണ്ടോ. എല്ലാ ദിവസവും എന്റെ ബാഗ് പരിശോധിക്കുമായിരുന്നു. അതേ ഉള്ളൂ. ഞാനായിട്ടൊന്നും കുട്ടികളുണ്ടായപ്പോ ഇങ്ങനെ ബാഗ് ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ ആ പ്രൈവസി ഞാൻ കൊടുത്തിട്ടുണ്ട് അവർക്ക്. അതിപ്പോ പോസ്റ്റ് കാർഡ് ഇല്ലല്ലോ, വല്ല ഫോണിലല്ലേ നോക്കാൻ പറ്റില്ല. ഇതിപ്പോ ലവ് ലെറ്റേഴ്സ് ഇല്ലല്ലോ, എല്ലാം ഫോണിലല്ലേ. അതാണ് അതിലുള്ളതാണെങ്കിൽ പകുതി ജെൻസി വേർഡ്സ് മനസ്സിലാവുന്നില്ല. അതിന് മനസ്സിലാവുന്നുണ്ട് ചേച്ചി, അതുകൊണ്ട് പിള്ളേരെ വെറുതെ വിട്ടേക്കുവാന്ന്. അപ്പൊ ഏതായാലും ഉയർ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതൊരു ഒരു പോലീസ് സ്റ്റോറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് റോഷൻ അങ്ങനെ ഒരു പോലീസ് സ്റ്റോറി എടുക്കാനുള്ളൊരു കാരണം? എനിക്ക് ഇതിന്റെ കഥയുടെ പോക്ക് ഭയങ്കര വർക്കായി. ഇത് ആക്ച്വലി റിയലി നടന്നിട്ടുള്ള ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പം ഞാൻ ആദ്യം ഇതിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ പപ്പേട്ടന് എനിക്ക് ഷെയർ ചെയ്തു, ആക്ച്വൽ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട്. അപ്പം അതിൽ തന്നെ ഒരു ഹുക്ക് ഉണ്ടായിരുന്നു. അത് ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ഒരു ഐഡിയ ആണ്. അത് വർക്ക് ചെയ്തെടുത്താൽ രസമുള്ള ഒരു പരിപാടിയായി വരുമായിരിക്കും എന്നുള്ളൊരു തോന്നൽ അപ്പോഴേ വന്നു. പിന്നെ ഞാൻ ഇതിന് നറേഷൻ കേൾക്കുന്നത് അൻഷാദ് സാർ, ഇപ്പോൾ CI ആണ്. അൻഷാദ് സാറാണ് ഈ ഇൻസിഡൻറ്റിലെ പ്രൊട്ടാഗണിസ്റ്റ്, ശരിക്കും നടന്ന സംഭവത്തിലെ. അപ്പോൾ അദ്ദേഹം നേരിട്ട് നറേറ്റ് ചെയ്താണ് ഞാനിത് കേൾക്കുന്നത്. അപ്പോൾ ഒരു ഇമോഷണൽ ഹുക്ക് ഭീകരമായിട്ട് തോന്നി. അപ്പം ഞാൻ ആക്ച്വലി അങ്ങനെ ഒരുമാതിരി എല്ലാ സിനിമകളും സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ടൊക്കെ തന്നെയാണ്, ആക്ച്വലി പ്രോപ്പർ ബൗണ്ട് സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ട് തന്നെ ഇത്. പക്ഷെ ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇത് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വന്നു. ഇന്ന് നിങ്ങൾ 3 പേരെ നോക്കുമ്പോൾ നിങ്ങളുടെ 3 പേരുടെ എനിക്കിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു പെട്ടെന്നൊരു സിനിമ മുഖത്തേക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇപ്പൊ ശ്രുതിയെ നോക്കുവാണെങ്കിൽ സ്പാ എന്ന് തോന്നും, റോഷനെ നോക്കുവാണെങ്കിൽ ചത്ത വച്ചാന്ന് തോന്നും, ചേച്ചിയെ നോക്കുവാണെങ്കിൽ മോഹിനിയാട്ടം തോന്നും. ഈ ഓരോ സിനിമയെ കുറിച്ച് ഓരോ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യണം. സ്പായെ കുറിച്ച് പെട്ടെന്ന് പറയൂ. മെന്റൽ ഫിലിം, ഭയങ്കര മെന്റൽ ഫിലിം. അതെന്ന് ഭയങ്കര കോമഡികളുള്ള ചിരിച്ച് വീഴുന്ന ഒരു ഫിലിം. ഹിലേറിയസ് ആണ്. ചത്തപ്പച്ച ഔട്ട് ഓഫ് ദ ബോക്സ്. അതാണ്. ഭയങ്കരമായി പണിയെടുത്തോ റോഷൻ? പിന്നെ അത് ഭയങ്കരമായിട്ട് പണിയെടുക്കാതെ അത് പോസിബിൾ ആവില്ലായിരുന്നു. ഭയങ്കരമായിട്ട് പണി ആ സിനിമയ്ക്ക് മുമ്പ് എടുത്തില്ലായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് ഭയങ്കര പണിയായി പോയെന്നെ. ആ ഷൂട്ട് സർവൈവ് ചെയ്യണമെങ്കിൽ അത്രയും പ്രെപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് എങ്ങനെയാ 6 പാക്കിന് 12 പാക്ക് ഒക്കെ കാണിക്കുന്നത്? അതൊക്കെ തന്നെ സംഭവിച്ചു വന്നതാ ഈ ട്രെയിനിങ്ങിന്റെ ഇടയിൽ. നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഒരിക്കലും വർക്ക് ചെയ്ത്. ശരീരം ഇങ്ങനെ ഇരിക്കണമെന്നൊന്നും ആയിരുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ഈ ഇതിൽ ചെയ്യേണ്ട സ്റ്റൺസ് ഒക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റണം. ഗ്രൂപ്പൊന്നും ഉപയോഗിക്കരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഇത് ഇഷ്ടമുള്ളവരാ, എല്ലാവർക്കും ആക്ഷൻ ചെയ്യാൻ ഭയങ്കര താല്പര്യവും ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. ശരിക്കും ഇഷ്ടപ്പെട്ട് തന്നെ ട്രെയിൻ ചെയ്തത്, അല്ലാതെ ഈ പടത്തിനോട് ഇത്രയും കഷ്ടപ്പെട്ടു, പക്ഷെ അത് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടു. അതാണ്. മോഹിനിയാട്ടത്തെ കുറിച്ച് ഒറ്റ വാക്കി പറയൂ ചേച്ചി. എന്റെ ആദ്യത്തെ സീക്വൽ. ഒരു വാക്ക് പറ. അത് തന്നെ ആദ്യത്തെ സീക്വൽ. അതെന്ത് സീക്വൽ? ഞങ്ങക്ക് മനസ്സിലാവുന്ന ഭാഷ വല്ലതും പറയാ. ഫൺ. അതാണ് ശരിക്കും മോഹിനിയാട്ടം ഒറ്റ വാക്കിൽ ഫണ്ട്. അത് ശരിയാണ്. ഇനി ഞാൻ നിങ്ങളെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിം റൗണ്ടിലേക്ക് കൊണ്ടുപോട്ടെ. അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് സാധിക്കും. അതായത് ഞാനിത് എന്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് കട എടുത്തോണ്ട് കൊണ്ടുവന്നേക്കുന്നതാ. ഇത് ഓൾറെഡി വളരെ ഹിറ്റായ ഒരു ഗെയിമാണ്. അതായത് ഉയർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ്. അങ്ങനെ സമ്മതിച്ചു തരണം പ്ലീസ്. ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഫസ്റ്റ് ലൈൻ പറയാൻ പോവാ. ബാക്കി കഥകളൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കണം. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തില്ല, നമുക്ക് നടുക്കെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ. അപ്പൊ ആദ്യത്തെ ഒരാൾ ഒരു ദിവസം രാത്രിയിൽ ഒരു വിജനമായ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. അടുത്തവര് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. സ്ത്രീ ശബ്ദമായിരുന്നു അത്. പൊട്ടിച്ചിരി.
അത് കണ്ടപ്പോ അയാൾക്കും ചിരി വന്നു, കൊറേ ചിരിച്ചു. പുള്ളിക്ക് മനസ്സിലായത് ആക്ച്വലി ഒരു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദമായിരുന്നു എന്ന്. അപ്പോഴാണ് മനസ്സിലായത് പുള്ളിയുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ആരും കാണാതെ രാത്രി ഇറങ്ങി നടക്കുന്ന പുള്ളിയുടെ ഫോൺ അറിയാണ്ട് റിങ് ചെയ്തതാ. അപ്പൊ ഈ ചേട്ടൻ ഓടിപ്പോയി ആ ചേട്ടന്റെ ഫോൺ എടുത്ത് ഹലോ റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വെച്ചു. കഥ തീർന്നു. നല്ലൊരു ഇപ്പുറത്തെ ഫോൺ എടുത്ത് അപ്പുറത്തെ ഫോൺ എടുത്ത് മൊത്തം ഫോൺ എടുത്ത് കോളാക്കി. ഈ കോൾ ഇപ്പൊ തന്നെ കട്ട് ചെയ്തിട്ട് അല്ല ഇത് എനിക്ക് പണിയാവും. പിന്നെ അവര് അയാളെ ചോദിക്കും നീ എന്തിനാ എന്റെ ഫോൺ എടുത്തത്. ഓ എന്റെ പൊന്നേ. ഈ ഉയർ സിനിമയുടെ ട്രെയിലറും ടീസറും കണ്ടപ്പോഴത്തേക്കും എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് എന്താണെന്നറിയോ, എനിക്കൊരു 9 മാസമുള്ള കുഞ്ഞുണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തടാ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വേദന തോന്നി. എനിക്ക് ഭയങ്കര ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ ഈ സിനിമയുടെ ഏതെങ്കിലും സമയത്ത് അമ്മയോട് ചോദിക്കാം. അമ്മയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ കണ്ടിറങ്ങിയപ്പോ ഞാൻ അത് തന്നെയാണ് ഇന്നലെയും ഇന്നും ഒക്കെ പറയുന്നത്. കൂടുതൽ അമ്മമാർക്ക് അച്ഛന്മാർക്കും ഡെഫിനറ്റ്ലി കുറെ കൂടെ കണക്ട് ചെയ്യും, എല്ലാവർക്കും കണക്ട് ചെയ്യും. പക്ഷെ നമുക്ക് തോന്നും അയ്യോ ഞാൻ സത്യത്തിൽ സിനിമ കണ്ട് എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എത്ര ലക്കി എൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തു. റോഷൻ എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് ഒരു പോലീസ് ഓഫീസർ ആവാൻ വേണ്ടി എടുത്തത്? എഴുതി ക്യാരക്ടർ ഒരു പ്രൊബേഷൻ എസ്സേ ആണ് ബേസിക്കലി. ഇയാൾ ഭയങ്കരമായിട്ട് അയാളെ തന്നെ പ്രൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ് പുള്ളി നിൽക്കുന്നത്. ഞാൻ ഈ ജോലിക്ക് യോഗ്യനാണെന്നും ഒക്കെ തെളിയിക്കണം. അങ്ങനെ ഒരു ഭയങ്കര ഈഗറായിട്ട് പണിയെടുക്കാൻ എന്നും രാവിലെ വരുന്ന ഒരാൾ, ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. എല്ലാം കറക്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ അല്ല പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന പോലെയൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പോലീസുകാരൻ. അപ്പം ഞാൻ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെയുള്ള ഒരാളായതുകൊണ്ട് വലിയ ശരിക്കും ഇത് ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പൊ ആ എഴുതി വെച്ചിരിക്കുന്ന സാധനം കൺവിൻസിംഗ്ലി പോർട്രേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ട്രൈ ചെയ്തത്. ശ്രുതിക്ക് ഈ പടത്തിലെ ഈ ശ്രുതിയുടെ ക്യാരക്ടറെ എവിടെയെങ്കിലും റിയൽ ലൈഫിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയോ? ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ട്രെയിനിൽ പാടി നടക്കുന്ന, കുഞ്ഞേൻ തൂക്കി പാടി നടക്കുന്ന, ചപ്പളാങ്കട്ട അടിച്ച് പാടി നടക്കുന്ന ഒരു ക്യാരക്ടർ ഞാൻ മുല്ലയിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു ചെറിയൊരു കണക്ഷൻ എന്ന് വെച്ചാൽ അത് ഏകദേശം ഒരു ലുക്കായിരുന്നു. ഈ ശോഭ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഉയരിലെ ക്യാരക്ടർ, ആ ഒരു സംഭവത്തിൽ എനിക്ക് കുറച്ച് റിലേഷൻ തോന്നി. പക്ഷേ അതാണ് ചെറിയൊരു സിമിലാരിറ്റി കണ്ടത്. റോഷന്റെ ജീവിതത്തിൽ എൻ്റെ ഉയരേ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റി വ്യക്തി ആരാണ്? അങ്ങനെയൊന്നും ഞാനൊരു സെലിബ്രിറ്റിനെയും വിളിക്കില്ല. അത് ഞാനും എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയാണ് എൻ്റെ പേര്. പക്ഷേ ഐ തിങ്ക് നസറുദ്ദീൻ ഷാ ഏറ്റവും ആക്ടർ ആവണമെന്നൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ഫാനായിരുന്നു. ഞാൻ ഇന്നും അദ്ദേഹത്തിന്റെ വർക്കിന്റെ ഭീകരമായ ഒരു ഫാനാണ്. അങ്ങനെ ചെറുതായെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നായിക ആരാണ്? അതിപ്പോ ഒരുപാട് പേരുണ്ട്. പക്ഷെ മേ ബി ലൈക്ക് ഞാൻ ഏറ്റവും റീസെന്റ് കണ്ടതിൽ വെച്ചിട്ട് ഉർവശി ചേച്ചിയുടെ കുറച്ച് സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ കഴിയണോ എന്നൊക്കെ തോന്നുന്ന ആ രീതിയിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആണ്. കൽപ്പന ചേച്ചി. വളരെ ബുദ്ധിപരമായ ഉത്തരങ്ങൾ കണ്ടോ? എന്താണ് പ്രതീക്ഷിച്ച ഉത്തരങ്ങൾ? ഇനി ഒരിക്കൽ ട്രൈ ചെയ്താലും ഇതുപോലെ തന്നെ വേറെ ആരെങ്കിലും പറയാം, അത്രേ ഉള്ളൂ. ശോഭന മാം അല്ലേ? ഞാൻ കോളേജിലൊക്കെ ആയിരുന്നപ്പോ മുതൽ അങ്ങനെ ചോദ്യം എന്താണല്ലോ എനിക്കറിയാവുന്ന ഉത്തരവ് ഞാൻ അങ്ങനെ മാത്രമല്ല, വളരെ ബുദ്ധിപരമായ ഉത്തരങ്ങൾ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ഡിപ്ലോമാറ്റിക് പ്രത്യേകിച്ച്. ചേച്ചിയോട് എന്റെ ഉയരിപ്പോ പോയേനെ എന്ന് ചേച്ചിക്ക് തോന്നിയ ഒരു ഇൻസിഡന്റ് എന്താണ്? ഡെലിവറിയുടെ സമയത്ത് അതിലും വലിയൊരു പെയിൻ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഈ ഡെലിവറി പെയിന്റെ ഒരു പ്രത്യേകത അറിയോ? പിന്നെ നമ്മള് പോയി ചോദിച്ചു വാങ്ങിക്കും. ഒരെണ്ണം കിട്ടി ആ പരിപാടിയോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടോ? എനിക്ക് വേറെ കുറെ വേദനകളുണ്ട്. ഡെലിവറി വേദന വേണ്ട. ഓക്കെ, നിങ്ങളിൽ ആരാണ് ഉയരിൽ തൊടും എന്ന പാട്ട് ഏറ്റവും നന്നായി പാടുന്നത്? ഞാൻ പാടില്ല എന്തായാലും. ഞാൻ തന്നെ ആയിരിക്കും ഇപ്പൊ പറഞ്ഞത്. ഞാനല്ല, നന്നായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കാണല്ലോ. എനിക്ക് പാട്ടേ അറിയില്ല. അങ്ങനെ എനിക്ക് അറിയാവുന്ന ഏതെങ്കിലും പാട്ട്. എന്താണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാം എന്താ പഠിച്ചിട്ട് വന്നിരിക്കണവരെ കഥാപാത്രത്തെ കുറിച്ച് ചോദിച്ചാൽ ABCD എന്ന് പറഞ്ഞ ഉത്തരം. ഞങ്ങൾ കുറച്ച് സ്മാർട്ടാ.
എന്ത് ചോദിച്ചാലും ഉത്തരവുണ്ട്. കഥ തന്നെ നമ്മൾ ഉണ്ടാക്കിയില്ലേ? ഞാനാണെങ്കിൽ പറയാൻ വരികയാണെ, നിങ്ങൾ പറയുമ്പോ ശ്രദ്ധിക്കണം, ഉയിരിന്റെ കഥയായിട്ടൊന്നും അടുത്ത് പോവരുത് എന്നൊക്കെ പറയാൻ വരിക. നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് കഥയാ പറഞ്ഞത്. അതേതായാലും നന്നായി. ഈ കഥയായിരുന്നു ഇവരിന്റെ ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ലേ? ശ്രുതിയെ ഉയിരിലേക്ക് വരാൻ ആദ്യം കൺവിൻസ് ചെയ്തത് ആരാണ്? നിഖിൽ ഓൺലി ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെയാണ് പറഞ്ഞത് പപ്പേട്ടനാണത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ആൻഡ് കഥ കേൾപ്പിക്കാൻ പപ്പേട്ടൻ ബോംബെയിൽ എന്തായാലും വരുന്നുണ്ട്, ഗോ ആൻഡ് മീറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ അത് കെയർഫുള്ളി കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ മിസ്സായി പോകും ഭയങ്കരമായിട്ട് ഇങ്ങനെ. കാരണം പപ്പേട്ടൻ കുറച്ച് സ്ലോ ആണ്, വോളിയം കുറവാണ്, സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കാണെങ്കിൽ കുറച്ച് ലൗഡ് വോളിയത്തിലാണ് കേൾക്കാൻ കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെ 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 ഇരുന്ന് കോഫി കുടിച്ചിങ്ങനെ കേൾക്കുമായിരുന്നു. പക്ഷേ ബൈ ദ ടൈം ഹി നറേറ്റഡ് ദ സ്റ്റോറി ഞാൻ തന്നെ ശോഭയാവുന്നു, ഞാൻ സാറിനെ കൺവിൻസ് ചെയ്യും, ഞാൻ തന്നെയാണ് ശോഭ എന്ന് പറഞ്ഞിട്ട് അതാണ് ദാറ്റ് ടൈം ഐ വാസ് വെരി കൺവിൻസ്ഡ് ദാറ്റ് ഐ വാണ്ട് ടു ഡു ദിസ്. മനസ്സിലായി. നിങ്ങളെ പരസ്പരം പുകഴ്ത്താനുള്ള ഒരു അവസരം ഞാൻ തരികയാണ്. ശ്രുതിക്ക് റോഷനെ പുകഴ്ത്താം. ട്വിസ്റ്റ് വല്ലതും ഉണ്ടോ? റോഷൻ ഈസ് വെരി സെന്റേർഡ് ഹ്യൂമൻ ബീങ്. എന്ത് വെച്ചാലും ഹി വിൽ നോട്ട് സ്വേ, എക്സൈറ്റഡ് ആവില്ല, ദുഃഖിക്കില്ല, അങ്ങനത്തെ ഒരു സ്പെക്ട്രം എല്ലാം ഉള്ളിലുണ്ട്. പക്ഷെ അത് കാണിക്കില്ല, സെന്റേർഡ് ആണ്. പക്ഷെ അല്ല, ക്യാരക്ടർ വൈസ് അല്ല, ഈസ് വെരി എല്ലാം ഉള്ളിൽ ഇങ്ങനെ എല്ലാം അബ്സോർബ് ചെയ്യും. പക്ഷെ പുറത്ത് വെരി കാം ആൻഡ് വെരി സെൻ. ഉള്ളിൽ മറ്റേ ലഡ് പൊട്ടുന്നുണ്ടെങ്കിലും നമ്മൾ കാണില്ല അല്ലേ? കാണില്ല ഒരിക്കലും. മനസ്സിൽ എന്താ നടക്കുന്നത് അറിയത്തില്ല, ആർക്കും അത് എൻഗേജ് ചെയ്യാൻ പറ്റില്ല. ശരിയാണ്. റോഷനുള്ള അവസരം ദിവ്യ ചേച്ചിയെ കുറിച്ച് പറയാം. ഞാനിപ്പോ ഒരുപാടുണ്ട് പറയാം, പക്ഷെ മോഹിനിയാട്ടം തന്നെ പറയാം. ഞാൻ ദിവ്യ ചേച്ചിനെ ഇവിടെ കണ്ടുകഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മോഹിനിയാട്ടത്തിനെ പറ്റിയിട്ട് നേരിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു. ബിക്കോസ് ഞാൻ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഐ സ്പോക്കൺ ടു സോ മെനി പീപ്പിൾ ഈ സിനിമയെ പറ്റിയിട്ട്. ഇത് കണ്ടോ ഇല്ല പോയി കാണണോ, അല്ലെങ്കിൽ കണ്ടവരുണ്ടെങ്കിൽ ഇതിലെ ഓരോ മൊമെന്റ്സും എടുത്തെടുത്ത്. അപ്പൊ എനിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞായിരുന്നു, ഒരു ഓൺസോമ്പിൾ ഒരുമിച്ച് നിന്നിട്ട് ഒരേ മീറ്ററിൽ പടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കൺവിൻസിംഗ്ലി കോമഡി ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് അതിനകത്ത് ഓരോ മൊമെന്റും എല്ലാവരുടെയും മൊമെന്റ്, എല്ലാവരും ആ താളത്തിൽ തന്നെ എല്ലാവരും നിന്നാലേ ആ പരിപാടി നടക്കുകയുള്ളൂ. അതുപോലെ ഒരു പോയിന്റിൽ പോലും ഒരു ആക്ടർ ഈ മൊമെന്റ് ഞാനങ്ങ് എടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മറ്റേ കൂടുതൽ ഷൈൻ ചെയ്യണം, അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പോകാനും പറ്റില്ല. ഭയങ്കര ഹമ്പിളായിട്ട് നിൽക്കണം, ഭയങ്കര ഷാർപ്പായിട്ട് നിൽക്കണം, ഹമ്പിളായിട്ട് നിൽക്കണം. അത് ഈസി അല്ല. അത് എല്ലാ ആക്ടേഴ്സിനും ഭയങ്കര എളുപ്പം നാച്ചുറലി വരുന്ന കാര്യമല്ല. അതാണ് എനിക്കിപ്പോ പറയാനുള്ള ഏറ്റവും വലിയ കോംപ്ലിമെന്റ്. ചേച്ചി താഴെ വാ. ഞാൻ താഴെ തന്നെയാ. ചേച്ചിക്ക് അവസരമുണ്ട്, അങ്ങോട്ട് പറയുക. ശ്രുതിയോട് പറഞ്ഞു, നിങ്ങളെല്ലാം നേരത്തെ പറയാൻ ആര് പറഞ്ഞു? അല്ല, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയോടെ ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പറയുന്ന ആൾക്കാരാണ്. എന്നാലല്ലേ ഒരാൾക്ക് വളരാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ സിനിമയിൽ തന്നെ ഉയരിൽ തന്നെ ശ്രുതിയുടെ ഒരു നോട്ടമുണ്ട് ഒരു സീനില്. അത് കണ്ടപ്പോ നമുക്ക് എനിക്ക് അറിഞ്ഞുകൂടത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായില്ല, ആ സിറ്റുവേഷൻ കണ്ടാലേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ജസ്റ്റേഴ്സ്, ചെറിയ ചെറിയ നോട്ടം, ചെറിയ ചെറിയ ആ ബോഡി ലാംഗ്വേജിലുള്ള ഒരു ചേഞ്ചസ്, അതൊരു നല്ല ആർട്ടിസ്റ്റിനെ പറ്റുള്ളൂ. എനിക്ക് അതാണ് പെട്ടെന്ന് ഇപ്പൊ ശ്രുതിയെ പറ്റി ഒരു നല്ല ഒരു പോസിറ്റീവ് കാര്യം. ആദ്യം ലേറ്റസ്റ്റ് ഞാൻ കണ്ടത് ഉയിര്, അതിന് മുന്നേ സ്പായൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷെ ഉയിരാണല്ലോ നമ്മുടെ മനസ്സിൽ ഇപ്പൊ നിൽക്കുന്ന സിനിമ. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? എല്ലാവർക്കും ഹാപ്പി ആയില്ലേ? ഇനി ആർക്കെങ്കിലും കേൾക്കണമെന്നുണ്ടോ എന്തൊരു കൂടുതലായിട്ട്? നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടുള്ള റൗണ്ട് ആയിരുന്നു. പണി പകുതി കഴിഞ്ഞല്ലോ. ഞാൻ ഇതിനെ കണ്ടൊരു വിരോധാഭാസം പറയട്ടെ. ഇന്നലെ സിനിമയുടെ പ്രിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ദിവ്യ ചേച്ചിയോട് തന്നെ ആൾക്കാർ, ചേച്ചി സിനിമ എങ്ങനെയുണ്ട്? അപ്പൊ ചേച്ചി വളരെ നല്ല സിനിമയാണ്, എല്ലാവരും കാണണം. കോമഡി ഇതിപ്പോ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നെന്താ അറിയോ, നമ്മള് തിയേറ്റർ വിസിറ്റിന് പോയി നമ്മുടെ മോഹിനിയാട്ടത്തിന്റെ ഇതിന്. അപ്പൊ എല്ലാവരും കണ്ടിറങ്ങുന്ന ആൾക്കാരോടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ ഞാനും ശ്രുതി കൂടെ നടന്നു വരുമ്പോ ഞങ്ങളോടും പടം എങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ മിണ്ടില്ല, ഞാനിങ്ങനെ ശ്രുതി ചേച്ചി പെങ്ങന്മാരായിട്ട് അഭിനയിച്ചവരൊക്കെ നന്നായി അഭിനയിച്ചു. അപ്പൊ ഞാൻ വിചാരിക്കും, ആരാടാ നമ്മളെ പറ്റി തിരിഞ്ഞു നോക്കിപ്പോ ശ്രുതി. അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമയെ കുറിച്ച് പറയാനുള്ള അവസരം, നിങ്ങൾ പരസ്പരം പറയാനുള്ള അവസരം എന്തൊക്കെയല്ലേ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഭയങ്കര ഹാപ്പി അല്ലേ? ഭയങ്കര രസം, നല്ല സൂപ്പർ പരിപാടി. I know. ഇനി റോഷൻ ഈ സിനിമയിലേക്ക് ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ, സിനിമ, നാടകം ഇങ്ങനെയുള്ള ഒരു ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഭയങ്കര സാഡ് ആവുമായിരുന്നു. ഇതാണ് എന്റെ സന്തോഷം. വീട്ടുകാർക്കും സാഡ്നെസ് ഉണ്ടാകുമായിരുന്നു. ഇതിനെ വീട്ടിൽ പോറ്റണമല്ലോ. ഞാൻ വലിയ ബാധ്യതയായി. ഇതാണ് സന്തോഷം മൊത്തം, ഇതിലാണ് എനർജി മൊത്തം ഇടുന്നത്. ആണ്. പക്ഷെ പഠിപ്പിച്ചത് എന്തായിരുന്നു? ഇങ്ങനെ വീട്ടുകാർ നമ്മളിങ്ങനെ ഓരോ മോഹത്തിൽ നമ്മളെ വീട്ടുകാർ പഠിപ്പിക്കൂലേ, മോനെ നീ എഞ്ചിനീയർ ആവണം, ഡോക്ടർ. ഞാൻ അങ്ങോട്ടാ പറഞ്ഞേ ഞാൻ എഞ്ചിനീയർ ആവാം എന്ന്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അതൊരു മടിയുടെ പുറത്തെടുത്ത ഡിസിഷൻ. എനിക്ക് അന്ന് എന്തൊക്കെ ഓപ്ഷൻസ്. എഞ്ചിനീയർ ആവാന്നുള്ളതോ? മടിയുടെ പുറത്തോ? അല്ല എന്ന് വെച്ചാൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്റെ ഫാദർ ബാങ്കിലാണ് വർക്ക് ചെയ്തത്, എന്റെ അമ്മ എഞ്ചിനീയർ ആയിരുന്നു, PWDയിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഡാഡി എന്നും രാത്രി ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലെത്തുന്നത്. അമ്മ വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ എത്തും. അപ്പൊ ഞാൻ വിചാരിച്ച എഞ്ചിനീയർക്ക് കുറവ് പണിയാണ്. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഞാനും എന്റെ ചേച്ചി ഉണ്ടല്ലോ, ഞങ്ങളെ നോക്കണമല്ലോ, ഇതുകൊണ്ട് നിവർത്തികേട് കൊണ്ട് വരുന്നതാണ് വീട്ടില്, പണിയില്ലാഞ്ഞിട്ടല്ല. പിന്നെ ഇത് പഠിച്ചെടുക്കാൻ സിമ്പിൾ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. വേറൊരു കാര്യം, എന്റെ ചേച്ചി ഡോക്ടർ ആവണമെന്ന് എല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ചു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇവളോട് പറയുന്നുണ്ട്, ചില്ലറ പരിപാടിയല്ലോട്ടോ, ഡോക്ടർ ആവാൻ ഭയങ്കര കഷ്ടപ്പെട്ട് പഠിക്കണമെന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ എഞ്ചിനീയർ അവന് എളുപ്പമായിരിക്കും, അതിനെപ്പറ്റി ആരും അങ്ങനെയൊക്കെ വിചാരിച്ചു. അതെ, നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ, ഒന്നിലെ ഡോക്ടർ അല്ലെ എഞ്ചിനീയർ. അങ്ങനെയായിരുന്നു. അതിനപ്പുറം അങ്ങനെ കാര്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല. ബാങ്കിലാണെങ്കിൽ പിന്നെ രാത്രി ഒരു പണിയെടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്തു. നമുക്ക് മനസ്സിലായി ഇത് വിചാരിച്ച പോലത്തെ ഉള്ള പരിപാടിയേ അല്ല. എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്തപ്പോഴത്തേക്കും എന്ത് ധൈര്യത്തിന്റെ പുറത്ത് അങ്ങനെ ചെയ്തേ? ധൈര്യം എന്ന് വെച്ചാല് എനിക്ക് വേണ്ടിയിരുന്ന സപ്ലി ഒന്നുമില്ല. ഞാൻ S1 S2 പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുമ്പാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ സപ്ലിക്കുള്ള അവസരം കൊടുത്തില്ല. അല്ലെങ്കിൽ ഇത് ലൈഫ് ടൈം ചുമന്നുകൊണ്ട് നടക്കണ്ടേ. സപ്ലി വന്നിട്ട് ഇത് നമ്മള് ഇല്ലല്ല, ഞാൻ പറഞ്ഞില്ല എനിക്കറിയാവുന്ന ഉത്തരങ്ങൾ മാത്രമേ ഞാൻ ഒന്നും എഴുതേണ്ടി വരില്ല അങ്ങനെയാണെങ്കിൽ. അപ്പൊ എനിക്ക് വേണ്ടിയിരുന്ന, എനിക്ക് പഠിക്കാനൊക്കെ അത്യാവശ്യം ഓക്കെ ആയിരുന്നൊരു സ്റ്റുഡൻ്റാ. അപ്പം എനിക്ക് ഇതിലൊരു എക്സൈറ്റ്മെന്റ് തോന്നിയില്ല. പിന്നെ അതുപോലെ എനിക്ക് വേണ്ടിയിരുന്ന ഒരു, ഞാൻ മനസ്സിൽ കണ്ട ദുബായ് ഗിരല്ല അതൊക്കെ പറയുന്നത് പോലെ എനിക്ക് വേണ്ടിയിരുന്ന കോളേജ് ലൈഫ് ഇങ്ങനെയല്ലെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് വേറെ ട്രൈ ചെയ്യാം, അങ്ങനെ ചാടിയതാ. വീട്ടുകാരെ ഇതിനു വേണ്ടി കൺവിൻസ് ചെയ്യേണ്ടി വന്നില്ലേ? കുറച്ച് കൺവിൻസ് ചെയ്യേണ്ടി വന്നു സ്വാഭാവികമായിട്ടും. ചേച്ചി MBBS കൂടെ പഠിക്കാൻ പോയ ഇല്ല, ചേച്ചി MBBS പോയില്ല. വീട്ടുകാരെ പറ്റിച്ചു. നിങ്ങൾ 2 മക്കളും ചേച്ചി കെമിസ്ട്രി BSc ജോയിൻ ചെയ്ത് അവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് ആർക്കിടെക്ചറിന് പോയി. ഞാൻ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്ത് അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഫിസിക്സ് പഠിക്കാം. 2 പേരും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വീട്ടുകാർ തകർന്നോ? പക്ഷെ അവര് റിക്കവർ ആയി വളരെ പെട്ടെന്ന്. ഇപ്പൊ ഒരു ഹാപ്പിയാണ്. അതെ അതെ. വളരെ അപൂർവമായിട്ടാണ് റോഷന്റെ പാരന്റ്സിനെ അല്ലെങ്കിൽ ചേച്ചീനെ ഒക്കെ ഒരു തിയേറ്ററിൽ ഒരു പ്രിവ്യൂവിന് കാണാറുള്ളൂ. ഇന്നലെ കണ്ടിരുന്നു. എന്തായിരുന്നു ചേച്ചി വരാനുണ്ടായ സാധ്യത? അത് ക്യാമറയുടെ മുമ്പിൽ പെട്ടുപോയതാ. അല്ലാതെ ഇവര് എന്റെ എല്ലാ പ്രിവ്യൂവിനും വന്നിട്ടുണ്ട്. എല്ലാ പ്രിവ്യൂവിനും, അല്ലെങ്കിൽ പ്രിവ്യൂ ഇല്ലാത്ത സിനിമകളാണെങ്കിൽ ഒരുമാതിരി എല്ലാ റിലീസ് ഷോസിനും ഇവര് വന്നിട്ടുണ്ട്. ക്യാമറയുടെ മുമ്പിൽ പെടാതെ എസ്കേപ്പ് ചെയ്യാൻ വളരെ വിദഗ്ധരാണ്. ഇന്നലെ നിവൃത്തികേട് കൊണ്ട് പെട്ടുപോയതാണ്. പല സൈഡും ട്രൈ ചെയ്ത് എല്ലായിടത്തും അവസാനം അതിന് മുമ്പിൽ പെട്ടുപോയതാണ്. പറയാനൊരു അവസരം. വളരെ നല്ല സിനിമയാണ്. ആ സാധനം കൊടുക്കായിരുന്നില്ലേ? വളരെ നല്ല സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, എക്സ്പീരിയൻസ് മിസ് ചെയ്ത്. ഇനിയിപ്പോ പറ്റൂലല്ലോ, എല്ലാവർക്കും മനസ്സിലായില്ലേ നല്ല സിനിമയാണെന്നുള്ളത്. മുമ്പുള്ള എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. ശ്രുതിയുടെ ലൈഫ് മനസ്സിൽ ആദ്യമേ ശ്രുതി വളരെ സെറ്റ് ആയിരുന്നു. എനിക്ക് ഇങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് തന്നെയാണ് വരേണ്ടത്, ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ എന്നൊക്കെ ഉള്ളത്. ഏത് പ്രായത്തിലാണ് തീരുമാനം എടുത്തത്? ഒരു 5-6 വയസ്സായപ്പോ. എന്റെ പൊന്നെ, 6 വയസ്സിൽ. അല്ല, ആ സമയത്ത് മാധുരി ദീക്ഷിത്, ശ്രീദേവി അവരൊക്കെ കണ്ട് വളർന്നതാണ്. അപ്പൊ ഇത് ഭംഗിയുണ്ട്, എന്ത് രസമാണ്. അപ്പൊ യശ്രാജ് ഫിലിംസിലെ ഈ നമ്മുടെ സ്നോയിൽ ഐസിലൊക്കെ ഇങ്ങനെ സാരി ചുറ്റി ഓടി ഷാറുഖ് ഖാൻ പെണ്ണിൽ പാട്ട് പാടി നല്ല നല്ല പാട്ടുകൾ കണ്ടിട്ട് ഞാൻ എനിക്കും ഇത് വേണമെന്ന്. അപ്പോൾ തൊട്ടേ സെറ്റായതാണ്. 9 വയസ്സാകുമ്പോഴേക്കും വേണ്ട എനിക്ക് പൈലറ്റ് ആവണമെന്ന്. പിന്നെ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ആക്ച്വലി പൈലറ്റിങ്ങിന് വേണ്ടി എൻ്റെ എൻട്രി എക്സാംസ് ഒക്കെ കൊടുത്ത് പാസ്സായിട്ട് ഞാൻ അമേരിക്കയിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുമ്പോഴാണ് ലാൽ ജോസ് സർ മുല്ലയ്ക്ക് വേണ്ടി വിളിച്ചത്. അപ്പോൾ 1 മാസം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഷൂട്ട് 15-20 ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സമയം ഉണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം എന്താണെന്ന് പരിപാടി. അപ്പോൾ ഞാൻ പോയി ഇത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ആക്ട്രസ് ആവണോ പൈലറ്റ് ആവണോ എന്നൊരു ഡിസിഷൻ എടുത്തു. ആക്ട്രസ് ആയി. ചേച്ചിക്ക് എന്തൊക്കെ ഡിസിഷൻ എടുക്കാനുണ്ടായിരുന്നു? എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ
സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിതൊന്നും അല്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ എന്റെ അച്ഛനും ബാങ്കിലായിരുന്നു. എന്നെ ബാങ്കിൽ ജോലിക്ക് വിടണമെന്നായിരുന്നു എല്ലാവർക്കും ആഗ്രഹം. നടന്നില്ല. എന്റെ അമ്മ എന്നോട് പറയുന്നത് അറിയോ, ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ വല്ല കഞ്ഞി കുടിച്ച് അത് ജീവിക്കാം. തന്നെ ഞാൻ ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. സത്യമാണല്ലോ, അത് ഇപ്പോഴും സത്യം അതെ തന്നെയാണ്. അതെ. അപ്പൊ അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. എന്റെ അച്ഛൻ ഇപ്പൊ ഇല്ല, അച്ഛൻ മരിച്ചു. അപ്പൊ അച്ഛന്റെ പെൻഷൻ അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പൊ ആരുടെ അടുത്തും കൈ നീട്ടണ്ട. അതൊക്കെ ഇപ്പൊ ഇല്ല മോനെ, അത് സത്യമാണ്. അതൊന്നും ഇല്ല. അപ്പൊ അന്നത്തെ കാലത്ത് സിനിമ അങ്ങനെയൊന്നും ഇല്ല. ആങ്കറിങ് ആയിരുന്നു, ആങ്കർ ചെയ്തു കുറെ നാള്, പിന്നെ റേഡിയോ ജോക്കി ആയി. അവിടുന്ന് റിസൈൻ ചെയ്തപ്പോ ഡബ് ചെയ്തു കഴിഞ്ഞപ്പോ അഭിനയിക്കാൻ ഒരുപാട് പേര് വിളിച്ചു. അങ്ങനെ ദേ ഇപ്പൊ അഭിനയിക്കുന്നു. എങ്ങനെയൊക്കെയോ എല്ലാം സംഭവിച്ചതാ. ഞാൻ അഭിനയിക്കുന്നത് ലിറ്ററലി സംഭവിച്ചു പോയതാ. ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല സിനിമാ നടി ആവണമെന്ന്. പക്ഷെ ഇപ്പോ കൂടുതൽ സിനിമകൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. റോഷൻ എപ്പോഴാ ഒരു ഇതാണ് എന്റെ ലൈൻ എന്നുള്ള കാര്യത്തിൽ 100% തീരുമാനം എടുത്തത്? ഏത് സിനിമ കഴിഞ്ഞപ്പോഴായിരുന്നു? അഭിനയമാണെന്നുള്ള തീരുമാനം ഒരുപാട് നേരത്തെ എടുത്തായിരുന്നു. ഈ ഫിസിക്സ് പഠിക്കാൻ പോയ കോളേജിൽ വെച്ചിട്ട് തന്നെ. അതാണ് ഐറ്റം. അപ്പോഴാ ഞാൻ പറഞ്ഞ മറ്റേ 1001ാമത്തെ തവണ പറയട്ടെ, എന്റെ ജൂനിയർ ആയിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ തീരുമാനിക്കുന്നത്. പിന്നെ സിനിമ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല. ബിക്കോസ് ഇത് പോസിബിൾ ആണെന്ന് വിചാരിച്ചിട്ടില്ല. ഇത് ആദ്യത്തെ 1-2 സംഭവിച്ചു കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ ആനന്ദമായിരുന്നു. ആനന്ദം കുറച്ച് വർക്കായി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് ആൾക്കാർ വിളിച്ചു തുടങ്ങി. വൺ ഓഫ് ദി ഫസ്റ്റ് പീപ്പിൾ ടു കോൺടാക്ട് മീ വാസ് ഓൾസോ പപ്പേട്ടൻ. അപ്പം മുതൽ ഞങ്ങൾ സംസാരിക്കും ഒരു പടം ഒരുമിച്ച് ചെയ്യാനുള്ള 2017-16 സമയം മുതൽ. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് വർക്ക് ഓഫേഴ്സ് ഒക്കെ വന്നു തുടങ്ങി കഴിഞ്ഞിട്ട് ഉള്ള ഏതോ ഒരു ഫേസിൽ വെച്ചിട്ടാണ് എനിക്കിത് ഈ മീഡിയവും അത്ര തന്നെ ഇഷ്ടമാണെന്നുള്ളത്. വെച്ചാൽ നേരത്തെ അഭിനയം മാത്രമായിരുന്നു, ഇപ്പം നാടകം മാത്രമേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഇത് ചെയ്തു തുടങ്ങി കുറച്ച് സിനിമകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മീഡിയം വർക്ക് ചെയ്യലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നും വിടാൻ പറ്റില്ല, രണ്ടും കണ്ടിന്യൂ ചെയ്യണം, പക്ഷേ ഇതും നിർബന്ധമായിട്ടും വേണം എന്നുള്ളൊരു തോന്നൽ. അതിൻ്റെ ഇടയിൽ എപ്പോഴും വെച്ചാൽ അങ്ങനെ കൃത്യം ഒരു ദിവസം ഒരു പ്രോജക്റ്റ് ഒന്നും അറിയില്ല. മനസ്സിലായി. നിങ്ങളെ കുറിച്ച് രണ്ടുപേരെ കുറിച്ചും കേട്ടിട്ടുള്ളതും ദിവ്യ ചേച്ചിയെ കുറിച്ച് കേൾക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര റിസർവ്ഡ് ആണ്, അധികം മിണ്ടുമില്ല, ജാടയാണ്. സത്യമാണോ? അത് വാ വിളിക്കുന്നേ ആണോ? ഇവിടെ നിന്ന് ഇത്ര നേരം അല്ല നമുക്ക് കുറച്ച് ചാട കാണിക്കാം. അയ്യോ അങ്ങനെ ചെയ്യല്ലേ, ഇന്റർവ്യൂ ഓർഡർ. അപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇവര് റിസർവ്ഡ് ആണ്, ജാടയാന്നൊക്കെ പറഞ്ഞു. ഇവര് മിണ്ടണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വെറുതെ വർത്താനം പറയൂ. ചേച്ചിയെ കുറിച്ച് പക്ഷെ ജാടയൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരുന്നോ, കോംപ്ലിമെന്റ് ആയിട്ട് എടുത്ത് വെച്ചോ. സത്യത്തിൽ ഇത്തിരി ജാടയൊക്കെ ഉണ്ട്. എനിക്ക് ഞാൻ ഒത്തിരി കേട്ടിട്ടില്ല. അല്ലേ? ഞാനും കൊറേ കേട്ടിട്ടുള്ളത്. കേട്ടെ, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചത്. ഇത് പെർഫോമൻസ് അല്ലല്ല, പക്ഷെ കൂടുതലും എന്നെ ആക്ച്വലി അധികം അറിയാത്ത ആൾക്കാർ പറഞ്ഞ് അവര് വേറെ ആൾക്കാരോട് പറഞ്ഞ് ആ ആൾക്കാർ പറഞ്ഞിട്ടൊക്കെ ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ട് അതെന്തിനാ കാര്യമായിട്ട് എടുക്കുന്നത്? പക്ഷെ അങ്ങനെ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ടുള്ള, ഞാൻ അങ്ങനെ ജാടിയൊന്നും അല്ലാന്ന് കാണിക്കാൻ വേണ്ടി ആൾക്കാരോട് കൂടുതലായിട്ട് വർത്താനം പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അത് ഭയങ്കര തെറ്റല്ലേ? അത് ഫേക്ക് അല്ലേ? അത് ഫേക്ക് ആവുന്നതിലും ഭേദം നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുന്നതാണ്. അത് ആൾക്കാർക്ക് ജാടയായിട്ട് തോന്നുകയാണെങ്കിൽ ഓക്കെ. അത് എന്റെ കൂട്ടുകാരും എന്നെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരും ഒക്കെ എന്നോട് പറയുകയാണെങ്കിൽ അത് ഞാൻ അപ്പൊ സീരിയസ് ആയിട്ട് എടുക്കും. അത് എനിക്ക് പരിചയമില്ലാത്ത ആരും എന്തൊക്കെ പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾ ഈ സിനിമയിൽ ഈ ഉയർ എന്ന് പറയുന്ന സിനിമയായിട്ട് ബന്ധമില്ലാത്ത നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളെ കുറിച്ച് ഞാൻ എല്ലാവർക്കും 2-3 സെന്റൻസ് പറയാനോ അവകാശം. പൂഴ്ത്തി പറയണോ താഴ്ത്തി എങ്ങനെ വേണമല്ലോ, അത് നിങ്ങളുടെ ഇഷ്ടം. താഴ്ത്തി പറയുന്നത് എന്താന്ന് കേക്കട്ടെ. ആദ്യത്തെ പേര് സുപ്രിയ മേനോൻ പൃഥ്വിരാജ്. ഒന്ന് കേക്കട്ടെ. താഴ്ത്തി പറയാനൊന്നുമില്ല. ആക്ച്വലി എന്റെ ഭയങ്കര അടുത്ത സുഹൃത്താണ്. ഞാൻ കുരുതി സമയത്തൊക്കെ വെച്ചിട്ടാണ് പ്രോപ്പറായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത്. കൂടെയൊക്കെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ലൈക്ക് വി ചിൽ ഹാങ് ഔട്ട്, നല്ല കോൺവെർസേഷൻസ് ആണ്. എനിക്ക് സുപ്രിയ സിനിമേനെയൊക്കെ കാണുന്ന രീതിയും സിനിമയെ പറ്റിയിട്ട് സംസാരിക്കുന്ന രീതി, ഡിസ്കസ് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ കുറിച്ച് നമുക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യം. അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾക്കറിയാം. ഞാനത് തന്നെ ഓർത്ത്. നമുക്ക് ആർക്കും അറിയാത്ത, ഒരാൾക്ക് പോലും അല്ല, ആർക്കും അറിയാത്ത. അങ്ങനെയല്ല, അധികം പുറത്ത് പരസ്യപ്പെടുത്താത്തൊരു കാര്യം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ദുൽഖർ സൽമാനെ കുറിച്ച് ശാന്തിയോട് ചോദിച്ചപ്പോ ശാന്തി പറഞ്ഞു ദുൽഖറിന് ആ പ്രദേശത്തെ എല്ലാ ഫുഡ് സ്പോർട്സും അറിയാം. ഇവിടെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും നല്ല ചപ്പാത്തി മട്ടക്കറിയും കിട്ടുന്ന കട ഏതാന്നടക്കം ദുൽഖറിന് അറിയാം. അത് പറഞ്ഞില്ല, എന്നാലും ഞാൻ അങ്ങ് കറക്റ്റ് ചെയ്തേ ഉള്ളൂ. എനിക്കിപ്പോ അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചിലപ്പോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവര് ആരോടും പറയണ്ടെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മോശമല്ലേ? ആണല്ലേ? മമത മോഹൻദാസ്. മമതയെ കുറിച്ച് എല്ലാവരും പറയും ഭയങ്കര ജാടയാണ്, പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഷീ ഈസ് വെരി ചിൽ,
വെരി സോഫ്റ്റ് സ്പോക്കൻ ആൻഡ് ഇന്റലിജന്റ് ഗേൾ ആണ്. അത് ഇത്ര കാര്യം ഞങ്ങൾക്കും അറിയായിരുന്നു. അറിയാത്ത കാര്യം. അത് പക്ഷെ ജാടില്ല, കുറിച്ചും ജാടില്ല. ഷീ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ആസിഫ് അലി ഇന്ത്യ വിഷനിൽ പ്രോഗ്രാം ചെയ്യുന്ന കാലം മുതലേ അറിയാവുന്ന ആളാണ്. അപ്പം അന്ന് ലൈക്ക് അങ്ങനെ നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെയും ഒക്കെ അറിയാവുന്നതാണ്. അപ്പം ഒത്തിരി നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യാൻ കിട്ടിയ അവസരം ഇപ്പം കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ആ ഒരു സൗഹൃദം ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ കണ്ടാലും ചേച്ചിന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരാൻ ആസിഫിനും എനിക്കും ആ ഒരു സ്പേസ് ഉണ്ട്. ഇനി അറിയാത്ത എന്തെങ്കിലും പറയാം, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആസിഫിന്റെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് അറിയോ ഇല്ലെന്ന്. ആസിഫിന്റെ ഡെബ്യൂ എന്റെ ഡെബ്യൂ വാസ് സപ്പോസ് ടു ബി ടുഗെദർ, ഡയറക്റ്റഡ് ബൈ സിദ്ധാർത്ഥ് ഭരതൻ. ഞങ്ങള് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തിട്ട് പിന്നെ അത് ഡേവിഡ് കാച്ചപ്പള്ളി സാറിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഈ ഉയർന്നു പറയുന്ന സിനിമ കാണാൻ എന്തുകൊണ്ട് കാണണം എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി നൽകുക? ഇതൊരു രസമുള്ളൊരു കഥയുടെ പോക്കായിരിക്കും, രസമുള്ളൊരു കഥ പറച്ചിലാണ്. അത് കണ്ടിരിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഏതായാലും ഉയർ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണട്ടെ, ഗംഭീര വിജയമാകട്ടെ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് നിങ്ങളെയൊക്കെ വീണ്ടും കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ്, താങ്ക് യു. ഇത് എല്ലായിടത്തും ഇത് തന്നെയാണോ പറയാറ്? ഈ ഫ്ലോ എങ്ങനെ കിട്ടിയത് ഇവിടെയും വീണ അവിടെ അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുത്തോട്ടെ. അത് ഒട്ടും എളുപ്പമല്ല, ഈ പരിപാടി ചെയ്യൽ ഒട്ടും എളുപ്പമല്ല. ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് ഇന്റർവ്യൂസിൽ തന്നെ എന്തോ ഒരു അബദ്ധങ്ങളെ സംഭവിച്ചതെന്നറിയോ? എന്തൊക്കെയായിരുന്നു? ഞാനത് രണ്ടാമത് പറയാം അല്ലേ? അബദ്ധം എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.